ഇനി ദയനീയമായ ഒരു സംഭവത്തിലേക്കാണ്. ട്രെയിനിൽ കുഴഞ്ഞു വീണ യുവാവ് സമയത്ത് ചികിത്സ കിട്ടാതെ മരിച്ചു. യുവാവ് കുഴഞ്ഞു വീണിട്ടും ആദ്യം ട്രെയിൻ നിർത്താൻ തയ്യാറായില്ല. ഒപ്പം തന്നെ സ്റ്റേഷനിൽ നിർത്തിയ ശേഷം ആംബുലൻസ് അനുവദിക്കാനും വൈകി അരമണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. ചാലക്കുടി മാരാങ്കോട് സ്വദേശിയായ ശ്രീജിത്താണ് മരിച്ചത്. 26 വയസ്സ് മാത്രമാണ് പ്രായം. ഓഖ എക്സ്പ്രസിൽ തിങ്കളാഴ്ച പുലർച്ചെ മുളങ്ങന്താവ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ഈ സംഭവം. ചുരുങ്ങിയത് ഒരു അരമണിക്കൂറായി ഈ വണ്ടി പിടിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്. തൃശ്ശൂർ പോയിട്ട് മെഡിക്കൽ കോളേജിൽ എത്തേണ്ട ടൈം കഴിഞ്ഞു. ഇവരിവിടെ ആംബുലൻസ് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ ഇറക്കിയിട്ടുള്ളത്. ആ രോഗിക്ക് എടുക്കുക, ഇവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. തിങ്കളാഴ്ച പുലർച്ചെ ഹൈദരാബാദിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്രയിലായിരുന്നു ശ്രീജിത്ത്. പട്ടാമ്പിൽ വെച്ച് അവശത അനുഭവപ്പെട്ടു. പിന്നീട് ട്രെയിനിൽ വെച്ച് ഛർദ്ദിച്ചു. ഷൊർണൂർ പിന്നിട്ടപ്പോൾ ട്രെയിനകത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന യാത്രക്കാർ TTE വിവരം അറിയിച്ചു. തൊട്ടടുത്ത സ്റ്റേഷനായ വടക്കാഞ്ചേരിയിൽ ട്രെയിൻ നിർത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും സ്റ്റോപ്പില്ല എന്നായിരുന്നു മറുപടി. ഇതിനിടെ ആരോഗ്യസ്ഥിതി മോശമായി. ട്രെയിൻ മുളങ്ങുന്നത്കാവ് സ്റ്റേഷനിൽ നിർത്താൻ തീരുമാനിച്ചു. ലോക്കോ പൈലറ്റിനെയും സ്റ്റേഷൻ മാസ്റ്ററെയും വിവരം അറിയിച്ചു. ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ അർദ്ധരാത്രിയിൽ മുളങ്ങുന്നത്കാവ് റെയിൽവേ സ്റ്റേഷനിൽ ആംബുലൻസ് പോയിട്ട് ഒരു വാഹനം പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് അരമണിക്കൂറോളം നേരം ആംബുലൻസിനു വേണ്ടി കാത്തിരുന്നു. ഇതിനിടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയും ട്രെയിനിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറും CPR അടക്കം ശ്രീജിത്തിന് നൽകി. പക്ഷേ ആംബുലൻസ് എത്തുമ്പോഴേക്കും തീർത്തും മോശം നിലയിലേക്ക് മാറി. ട്രെയിനിൽ വന്ന ഒരാൾക്ക് അരമണിക്കൂറാണ് ഇവിടെ കിടന്നിട്ട് ഈ മരിച്ചിട്ടുള്ളത്. ഇതൊന്നും നോക്കി 5 മിനിറ്റ് ദൂരം മാത്രമുള്ള മെഡിക്കൽ കോളേജിലേക്ക് അരമണിക്കൂറിനിപ്പുറം ശ്രീജിത്തിന് എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. ആകെ വയ്യാണ്ടായി ട്രെയിനിലേക്ക് സീറ്റിൽ നിന്ന് പതൊക്കെ ചെരിഞ്ഞു വീണു. അപ്പൊ ഈ പെൺകൊച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പൊ ആ നേരത്ത് അവിടെ വണ്ടികളൊന്നും ഉണ്ടായില്ല. ആംബുലൻസ് പോലും കിട്ടിയില്ല. പോലീസിനോടും പറഞ്ഞിട്ട് അത് ചെയ്തില്ല അവര്. ഛർദിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോ അവന് അപസ്മാരം വന്നു. അവര് നേരത്തിന് ആംബുലൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് നിർത്തിട്ട് അവിടെ ഇറക്കിട്ടുണ്ടെങ്കിൽ അവര് രക്ഷപ്പെട്ടാണ്. ഹൈദരാബാദിൽ നഴ്സായ ശ്രീജിത്ത് കൃത്യമായ പരിചരണം കിട്ടാതെ മരിച്ചതിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.